നമസ്കാരം. ഈ ആഴ്ച ലോക്സഭയിൽ വയ്ക്കപ്പെടുമെന്ന് പറയുന്ന FCRA ബില്ലും ഇന്നലെ യമൻ കടലിൽ ഒരു 13 നോട്ടിക്കൽ മൈൽ യമൻ തീരത്ത് നിന്നൊരു 13 നോട്ടിക്കൽ മൈൽ അകലെ മുങ്ങിയ അല്ലെങ്കിൽ ആക്രമിച്ച് മുക്കപ്പെട്ട MSV ഫയാസ് നൂറി ഓലിയ എന്ന ചരക്ക് കപ്പലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതേ ബന്ധം തന്നെയാണ് അഭിനന്ദൻ വർദ്ധമാൻ, നമ്മുടെ ഒരു ധീരനായ എയർഫോഴ്സ് പൈലറ്റ് ഉണ്ടല്ലോ, അദ്ദേഹവും കർണാടകയിലുള്ള കോൺഗ്രസ് IT സെൽ തലൈവിയായിരുന്ന ഒരു സിനിമാ നടിയും തമ്മിലുള്ളത്. അടിസ്ഥാനപരമായിട്ട് ഇതൊരു കോൺസ്പിറസി തിയറിയാണെന്ന് തോന്നാം. ഒരു ഗൂഢാലോചനാ സിദ്ധാന്തം എന്നൊക്കെ പറയില്ല, ഒരു ഇല്ലാത്ത സിദ്ധാന്തം ഉണ്ടാക്കുകയാണെന്ന് തോന്നുന്നു. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ പേരുകളൊന്ന് ഓർത്ത് വയ്ക്കുക. ഇന്നലെ യമൻ തീരത്ത് മുക്കപ്പെട്ട MSV ഫയാസ് നൂറി ഓലിയ, FCRA ബിൽ, അഭിനന്ദൻ വർദ്ധമാൻ, കോൺഗ്രസിൻ്റെ മുൻ IT വിഭാഗം മേധാവിയായിരുന്ന സിനിമാ നടി, കർണാടകയിലെ കാര്യമാണ് പറയുന്നത്, കുത്ത് രമ്യ എന്ന് പറയും, കുത്തുപാട്ടുകളിലൊക്കെ കൂടി പ്രശസ്തയായതുകൊണ്ട് ഇപ്പോൾ അവരെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. ഇപ്പോൾ അവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ അത്ര സജീവമല്ല താൻ. വിഷയത്തിലേക്ക് വരാം. FCRA ബിൽ ഈ ആഴ്ച ലോക്സഭയിൽ അവതരിപ്പിക്കപ്പെടും എന്ന് പറയുന്നു. പക്ഷേ ചിലർ പറയുന്നു ആദ്യം രാജ്യസഭയിലായിരിക്കും അവതരിപ്പിക്കപ്പെടുക എന്നുള്ളത്. BJP സർക്കാരിൻ്റെ കാര്യമായതുകൊണ്ട് എന്താണ് അവരുടെ ഇത് സംബന്ധിച്ചുള്ള തന്ത്രമെന്നുള്ളത് അത് നടപ്പാക്കുന്ന സമയത്ത് മാത്രമേ മിക്കവരും അത് അറിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പക്ഷേ FCRA ബിൽ വളരെ അധികം താമസമില്ലാതെ തന്നെ അവതരിപ്പിക്കപ്പെടുകയും വിജയിപ്പിച്ച് നടപ്പാക്കപ്പെടുകയും ചെയ്യും. കാരണം ഇപ്പോഴുള്ള ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻസ് ആക്ട്, വിദേശ ഫണ്ടിങ് ഉണ്ടല്ലോ, NGOകൾക്കുള്ള ഫണ്ടിങ്ങിനെ നിയന്ത്രിക്കുന്ന ചട്ടത്തിലെ ഭേദഗതികൾ കർശനമായ നിയമവ്യവസ്ഥകളോടുകൂടി കൊണ്ടുവരികയാണ് BJP സർക്കാർ. ഇതിനെതിരെയുള്ള എതിർപ്പ് അമേരിക്കയെ ഔദ്യോഗികമായിട്ട് തന്നെ അറിയിച്ചിട്ടുള്ളൊരു സാഹചര്യം നിലവിലുണ്ട്. അത് ഒരു നിമിഷത്തേക്ക് നിൽക്കട്ടെ. മധ്യപൂർവേഷ്യയിലെ സംഘർഷം, ഈ സംഘർഷത്തിൻ്റെ സമയത്ത് ഏറ്റവും വിജയകരമായിട്ട് സ്വന്തം സാമ്പത്തിക ഭദ്രത കാത്തു സൂക്ഷിച്ച ഒരു രാജ്യങ്ങളിലൊന്ന് ഭാരതമാണ്. ഭാരതത്തിൽ ഇന്ധനക്ഷാമം ഉണ്ടായില്ല. ഇന്ധനക്ഷാമം ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങൾ അകത്തു നിന്നും പുറത്തു നിന്നും വ്യാപകമായി നടന്നുവെങ്കിലും ഉണ്ടായിട്ടില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ അമേരിക്കയുടെ സൈനികമായിട്ടുള്ള ദൗർബല്യം വെളിപ്പെടുവാനും സാമ്പത്തികമായിട്ട് സമ്മർദ്ദം മറ്റുള്ളവരിൽ ചെലുത്തുവാനുള്ള ശേഷി ചോദ്യം ചെയ്യപ്പെടുവാനും ഇടയാക്കിയ ഒരു രാജ്യം ഭാരതമാണ്. അമേരിക്കയുടെ മാത്രമല്ല, യൂറോപ്യൻ ശക്തികളുടെയും ചൈനയുടെയും ഒക്കെ കണ്ണുകൾ ഭാരതത്തിലേക്ക് ഈ മധ്യപൂർവേഷ്യൻ സംഘർഷത്തോടു കൂടി ഇറാന് മേൽ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി നടത്തുന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ വെളിപ്പെട്ടു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഭാരതത്തിൽ ഈ അടുത്തിടെയായിട്ട് കുഴപ്പങ്ങൾ കുറേ അധികം ഉണ്ടായി വരുന്നു. പാറ്റാ സമരങ്ങളാകട്ടെ, E20 ഇന്ധന സംബന്ധിയായിട്ടുള്ള പ്രശ്നങ്ങളാകട്ടെ, ഇനി വരുവാനുള്ള FCRA അനുബന്ധ പ്രതിഷേധങ്ങളാകട്ടെ, അതിനോടൊപ്പം തന്നെ നാവികരുടെ ഒരു പ്രതിഷേധം ഉയർത്തുവാനുള്ളത്. നാവികരെന്ന് പറയുന്നത് നാവികസേന എന്ന് തെറ്റിദ്ധരിക്കരുത്. ഈ വ്യാപാര സംബന്ധിയായിട്ടുള്ള മെറൈനേഴ്സ് ഉണ്ടല്ലോ, സീഫെയറേഴ്സ് എന്ന് പറയും അവരെ സാധാരണ ഭാഷയിൽ. ഒരു സാമ്പത്തികമായിട്ടുള്ള മെച്ചത്തിന് വേണ്ടിയിട്ട് മറൈൻ എഞ്ചിനീയറിങ്ങും ഒക്കെ പഠിച്ച് മറ്റ് കപ്പലുകളിൽ ജോലി ചെയ്യുന്ന, ഭാരതത്തിൻ്റെ തന്നെ ആയിട്ടുള്ള ചരക്ക് കപ്പലുകളിൽ ജോലി ചെയ്യുന്ന, വലിയ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. മറൈൻ എഞ്ചിനീയേഴ്സോ അല്ലെങ്കിൽ മറൈനേഴ്സോ എന്നൊക്കെ അവരെ പറയും. അവരുടേതായിട്ടുള്ളൊരു പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ട് കുറച്ചു കാലം, ഏതാനും ഒരു 2-3 ആഴ്ചകൾക്ക് മുമ്പ് ചിലർ അത്തരത്തിലൊരു വിഷയം ഉയർത്തിയിരുന്നു. വിദേശ കപ്പലുകളിൽ കൊല്ലപ്പെടുന്ന ഇന്ത്യൻ സീഫെയറേഴ്സിനെ, ഇന്ത്യൻ നാവികരെ സംബന്ധിച്ച്, നാവികരെന്ന് പറയുമ്പോൾ ഞാൻ എടുത്തു പറയുന്നു നാവികസേന എന്ന് തെറ്റിദ്ധരിക്കരുത്, സ്വകാര്യ കമ്പനികൾക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന നാവികർ, ഭാരതീയരായിട്ടുള്ള നാവികർ, അവരുടെ ജീവന് സംരക്ഷണം വേണമെന്നുള്ളൊരു ചെറിയ പ്രശ്നം ഉയർന്നു വന്നിരുന്നു. അത് പക്ഷേ കൃത്യമായിട്ടുള്ള കൈകാര്യം ചെയ്യലുകൾ, ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇടപെടലുകളും എല്ലാം ഉണ്ടായ സാധ്യമായ രീതിയിൽ, കാരണം വിദേശ കപ്പലുകളിലാകുമ്പോൾ നമ്മുടെ രാജ്യത്തിന് ഇടപെടാൻ സാധിക്കുന്നതിനൊരു പരിധിയുണ്ട് അതിൽ. എന്നാൽ പോലും അവരുടെ പലരുടെയും ജീവൻ രക്ഷിച്ചു, ചിലരുടെ ജീവൻ നഷ്ടപ്പെട്ടു. അതിന് നമുക്ക് സാധ്യമായ ഏറ്റവും ശക്തമായിട്ടുള്ള പ്രതികരണം നാം നടത്തുകയും ചെയ്തു. ഔദ്യോഗികമായി തന്നെ നമ്മുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. അത്ര മാത്രമേ ഏതൊരു രാജ്യത്തിനും സാധിക്കുകയുള്ളൂ. അമേരിക്കയ്ക്കാണെങ്കിൽ ആക്രമിക്കാം, പക്ഷേ മറ്റൊരു രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്നാണ് അതുണ്ടായതെങ്കിൽ അത് സാധിക്കില്ല. അമേരിക്കയുടെ തന്നെ എത്രയോ പട്ടാളക്കാർ അല്ലെങ്കിൽ സൈനികർ ഇതിനിടയിൽ തന്നെ, ഈ സംഘർഷത്തിനിടയിൽ മരിച്ചു കഴിഞ്ഞു. അവർക്ക് പോലും അതിൻ്റെ ഒരു പ്രതികരണം പ്രപ്പോർഷനേറ്റായിട്ട് നൽകുവാൻ സാധിക്കുന്നില്ല, പലപ്പോഴും പല കാര്യങ്ങളും ചിന്തിക്കേണ്ടതുകൊണ്ട്.
അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഭാരതത്തിലേക്ക് തിരിച്ചു വന്നാൽ നാവികരുടെ ഒരു പ്രശ്നങ്ങൾ കൂടി ഉയർത്തിക്കൊണ്ട് വരുവാനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഓരോ പ്രശ്നങ്ങളായിട്ട് അതിൻ്റെ തീ കെടുത്തുന്ന ഒരവസ്ഥയുണ്ട്. ഇതൊക്കെ ഇത്രയും കേൾക്കുമ്പോൾ ഇതൊക്കെ തമ്മിൽ എന്ത് ബന്ധമെന്ന് തോന്നാം. അവിടെയാണ് ഞാൻ പറഞ്ഞ അഭിനന്ദൻ വർദ്ധമാനുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം. അഭിനന്ദൻ വർദ്ധമാൻ നമ്മുടെ പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷത്തിൻ്റെ ഇടയിൽ പാകിസ്ഥാനിൽ പിടിയിലായപ്പോൾ മുൻ ചരിത്രങ്ങളെല്ലാം മറന്ന്, കാരണം മുൻപ് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് ഭാരതീയ സൈനികർ ഒരു യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം നിലനിൽക്കാത്ത ശാന്തിയുടെ അവസ്ഥ നിലനിൽക്കുമ്പോൾ പോലും അതിർത്തി വിട്ട് അപ്പുറത്തേക്ക് അബദ്ധത്തിൽ പോയ ഭാരതീയ സൈനികരുടെ ശവശരീരങ്ങൾ പലപ്പോഴും നമുക്ക് കിട്ടിയിട്ടില്ല. മൃതശരീരങ്ങൾ അഥവാ ലഭിച്ചാൽ തന്നെ അതിനെ വികൃതമാക്കിയ രീതിയിൽ ശരീരത്തിൻ്റെ പിൻഭാഗത്തു കൂടി ബിയർ ബോട്ടിലകത്ത് അടിച്ചു കയറ്റി പൊട്ടിച്ച് മൂക്കും കണ്ണും ജനനേന്ദ്രിയവും എല്ലാം മുറിച്ചെടുത്ത് വികൃതമാക്കപ്പെട്ട രീതിയിലാണ് നമുക്ക് നമ്മുടെ സൈനികരുടെ മൃതശരീരങ്ങൾ തിരികെ കിട്ടിയിട്ടുള്ളത്. 54 സൈനികരെ, അവരുടെ 93,000-ന് മുകളിൽ സൈനികർ നമ്മുടെ തടവിലുണ്ടായിരുന്നിട്ട് പോലും നമ്മുടെ 54 സൈനികരുടെ ജീവൻ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് വിട്ടുകൊടുത്തിട്ടുണ്ട്. ഈ ചരിത്രങ്ങളെല്ലാം മറന്ന് കർണാടകയിലെ കോൺഗ്രസിൻ്റെ IT സെൽ മേധാവിയായ കുത്തുരമ്യ എന്ന സിനിമാ നടി, എനിക്ക് ഒന്നും അറിയണ്ട, എന്ത് ആക്രമണമുണ്ടായാലും എന്ത് രാജ്യത്തിൻ്റെ കീർത്തി പറഞ്ഞാലും അഭിനന്ദൻ വർദ്ധമാനെ എനിക്ക് ഇന്ന് തിരികെ കിട്ടണം. പിറ്റേ ദിവസം രാവിലെ മുട്ടുവിറച്ചുകൊണ്ട് പാകിസ്ഥാൻ അഭിനന്ദൻ വർദ്ധമാനെ ഒരു പോറൽ പോലും ഇല്ലാതെ തിരികെ ഏൽപ്പിച്ചപ്പോൾ അവരുടെ എല്ലാം നാവടങ്ങി എന്ന് മാത്രമല്ല, അവരെല്ലാം മാളത്തിൽ ഒളിക്കുകയും ചെയ്തു. ഭാരതത്തിൻ്റെ ശക്തമായിട്ടുള്ള നടപടികൾ എങ്ങനെയായിരിക്കുമെന്നുള്ളത് 2014 മുതലാണ് ലോകം അറിഞ്ഞു തുടങ്ങിയത്, പാകിസ്ഥാനും അറിഞ്ഞു തുടങ്ങിയത്. അതുവരെ ഭാരതത്തെ വളരെയധികം ശക്തിയുള്ള എന്നാൽ മാനസികമായി ദുർബലമായിട്ടുള്ള ഒരു വലിയ ശക്തി, അല്ലെങ്കിൽ ഒരു ഒന്നിനും കൊള്ളാത്തൊരു ശക്തി. മൻമോഹൻ സിംഗിനെയൊക്കെ കുറിച്ച് നവാസ് ഷെരീഫിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾക്ക് നരേന്ദ്രമോദി മാത്രമേ ഉത്തരം പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങളുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയെ അപമാനിക്കാൻ നീ ആര് എന്നുള്ള രീതിയിൽ കോൺഗ്രസ്സുകാർ പോലും പറഞ്ഞിട്ടില്ല. കാരണം മൻമോഹൻ സിംഗ് ദുർബലനായ ഒരു പ്രധാനമന്ത്രിയാണെന്ന് പരസ്യമായി തന്നെ നവാസ് ഷെരീഫ് അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാനുള്ളവർ നേരത്തെ ഇവിടെ തയ്യാറായി തന്നെ നിൽക്കും. അതാണ് പറഞ്ഞത്. FCRA ബിൽ അത്ര ഒരു ചെറിയ ബില്ലല്ല. കാരണം അത് ബാധിക്കുവാൻ പോകുന്നത് നിരവധി സംഘടനകളെയാണ്. അത് ക്രിസ്ത്യൻ മിഷണറീസിനെ മാത്രമായിട്ട് കാണരുത്. അത് ഗുരുദ്വാരകളുണ്ട്, ഇസ്ലാമിക് ഓർഗനൈസേഷൻസ് ഉണ്ട്, മുസ്ലിം സംഘടനകളുണ്ട്, മറ്റു പല NGOകളുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പലപ്പോഴും നമ്മൾ പറയാതെ വിട്ടുപോകുന്ന, പരാമർശിക്കാതെ വിട്ടുപോകുന്നത് ഇടത് ആവാസ വ്യവസ്ഥയുടെ നിരവധി NGOകൾ. ഈ അരുന്ധതി റോയ് ആയാലും ഇപ്പോൾ സമീപകാലത്തായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള പുതിയ പാറ്റ നിവേദിത മേനോനായാലും ഇത്തരത്തിലുള്ള പരാന്നജീവികളെ അല്ലെങ്കിൽ പരാതങ്ങളെ, ഇത്തിൽക്കണ്ണികളെ തീറ്റിപ്പോറ്റുന്ന NGOകൾ. ഒരു നോർവേ അടിസ്ഥാനമായിട്ടുള്ള 3 NGOകൾ, അതിലൊന്ന് ഓപ്പൺ സൊസൈറ്റി, ജോർജ് സോറോസിൻ്റെ ഓപ്പൺ സൊസൈറ്റി. ഈ 3 NGOകളും കൂടി ഭാരതത്തിലേക്ക് കഴിഞ്ഞ ഒരു 6-8 മാസങ്ങൾക്കുള്ളിൽ കുത്തി ഒഴുക്കിയത് ഏതാണ്ട് $50 മില്യൺ വരുന്ന തുകയാണ് വിവിധ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷേ അതിൻ്റെ പശ്ചാത്തലത്തിൽ നിരവധി സംഘർഷങ്ങൾ, നിരവധി പ്രശ്നങ്ങൾ, നിരവധി പരിസ്ഥിതിവാദങ്ങൾ, നിരവധി രാജി ആവശ്യങ്ങൾ ഭാരതത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഉള്ള സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് ഡൽഹിയിലും, തലസ്ഥാനമായ ഡൽഹിയിലും നിരവധി കുഴപ്പങ്ങളുണ്ടായി വരുന്നുണ്ട്. E20 ഇന്ധനം ഉൾപ്പെടെ. കാരണം E20 ഇന്ധനത്തിൽ ഒരു തരത്തിലുള്ള ന്യായം നമ്മുടെ ഈ സംഘർഷ സമയത്തും നമ്മുടെ രാജ്യത്ത് ഇന്ധനക്ഷാമം ഉണ്ടാകാതിരുന്നതിൻ്റെ ഒരു കാര്യം E20 ഇന്ധനമാണ് എന്നുള്ളതാണ്. പക്ഷേ അത് സംബന്ധിച്ച് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ചില നോട്ടക്കുറവുകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം സത്യമാണ്. കാരണം പലപ്പോഴും BJP സർക്കാർ പരാജയപ്പെടുന്നത് ആശയവിനിമയത്തിലാണ്. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, സാങ്കേതിക വിദ്യകൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഇത് നടപ്പാക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇത് നടപ്പാക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ പലപ്പോഴും സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ അവർക്കൊരു വീഴ്ച സംഭവിക്കാറുണ്ട്. E20 വിഷയത്തിലും അത് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അത് ഈ മറുവശത്തുള്ള പരാന്നജീവികളും ഇത്തിൽക്കണ്ണികളും അവരുടെ ഉടമസ്ഥരും അവരുടെ ഉടയോന്മാരും മുതലെടുക്കുന്നു. എന്തിന്? ഭാരതം വലിയൊരു വിപണിയാണ്. 140 കോടി ജനങ്ങളുള്ള വലിയൊരു വിപണിയാണ്. ആ വിപണിയിൽ തങ്ങളുടെ ഇഷ്ടങ്ങൾ, തങ്ങളുടെ സ്വേച്ഛാധിപത്യം നടപ്പാക്കണം എന്ന് വിവിധ മേഖലകളിൽ ആഗ്രഹിക്കുന്ന ഒരുപാട് ശക്തികളുണ്ട്. 2014 മുതൽ അത്തരത്തിലുള്ള സ്വേച്ഛാധിപത്യങ്ങൾക്ക് പലയിടങ്ങളിലായി നരേന്ദ്രമോദി സർക്കാർ തടയിട്ട് വരികയാണ്. പൂർണ്ണമായിട്ട് വിട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ഇന്നേ വരെ ഫേസ്ബുക്കുമായിട്ട് സംബന്ധിച്ച് ചൈനയെ പോലുള്ള രാജ്യങ്ങൾ പൂർണ്ണമായി അതിനെ നിരോധിച്ച് പുറത്ത് കളഞ്ഞു എന്നുള്ളതല്ലാതെ
ഫേസ്ബുക്കിനെ കൃത്യമായിട്ട് നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരുവാനുള്ള മാർഗങ്ങൾ ഞങ്ങൾ നോക്കും എന്നുള്ള ഒരു ഭീഷണി ഒരു ജനാധിപത്യ രാജ്യവും ഫേസ്ബുക്കിന് നൽകിയിട്ടില്ല. ഭാരതം അത് നൽകി തുടങ്ങി. അവരെ കൃത്യമായിട്ട് നേരിടേണ്ടതുപോലെ തന്നെ, അവരെ കൈകാര്യം ചെയ്യേണ്ടതുപോലെ തന്നെ കൈകാര്യം ചെയ്യുന്നു. ഇത്തരത്തിൽ ഫേസ്ബുക്കിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ആഗോള ഭീമന്മാരെയും ഇത്തരത്തിൽ ഭാരതത്തെ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന, അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് പ്രവർത്തിക്കുന്ന സാമ്പത്തിക ശക്തികളെയും ഭാരതം നേരിടുന്ന രീതി ഒരു പുതുമയുള്ള പ്രകടനമാണ്. കാരണം ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്ന് മുൻപ് UPA സർക്കാരിൻ്റെ ഭാഗത്തൊക്കെ നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ വളരെ ദുർബലമായിരുന്നു എന്ന് മാത്രമല്ല, UPA സർക്കാരിനെയും കോൺഗ്രസിനെയും ഒക്കെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നുള്ളത് ഈ ശക്തികൾക്കറിയാമായിരുന്നു. അത് ജോർജ് സോറോസ് ആകട്ടെ, അമേരിക്കയാകട്ടെ, ഈ ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പലപ്പോഴും പറഞ്ഞ് പഴകിയ ഒരു പ്രയോഗത്തിൻ്റെ കുടക്കീഴിൽ വരുന്ന ആളുകളാകട്ടെ, പാകിസ്ഥാനാകട്ടെ, നമ്മുടെ ഏറ്റവും വലിയ വർഗശത്രു എന്ന് നാം തീരുമാനിച്ചിരിക്കുന്ന പാകിസ്ഥാനാകട്ടെ, യഥാർത്ഥ ശത്രുവായിട്ടുള്ള ചൈനയാകട്ടെ, ഇവർക്കെല്ലാവർക്കും ഭാരതത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് അറിയാമായിരുന്നു. ഇപ്പോഴുള്ള സർക്കാരിൻ്റെ കാര്യത്തിൽ, ഇപ്പോഴുള്ള ഭരണകൂടത്തിൻ്റെ കാര്യത്തിൽ അവർക്കത് അറിയില്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾക്ക് വഴിതെളിക്കുവാനുള്ള സാഹചര്യം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് MVS ഫയാസ് നൂറി ഒലിയ എന്ന കപ്പലിൻ്റെ മേലുള്ള ആക്രമണം അത്ര നിസ്സാരമായിട്ടുള്ളൊരു ആക്രമണമല്ല. മുൻപ് ഈ കഴിഞ്ഞ ദിവസം ഓഗസ്റ്റ് 4 വരെ ഭാരതീയരായിട്ടുള്ള നാവികർ കൊല്ലപ്പെട്ടതെല്ലാം വിദേശ കപ്പലുകളിൽ ജോലി ചെയ്യുന്ന നാവികരായിരുന്നു. ഭാരതത്തിന് നേരിട്ട് നിയന്ത്രണമൊന്നുമില്ലാത്ത കപ്പലുകളിൽ. ഇന്നലെയാണ് ഭാരതത്തിന് നേരിട്ട് നിയന്ത്രണമുള്ള ഭാരതീയ പതാക പാറിച്ച ഒരു കപ്പലിന് നേരെ യമൻ തീരത്ത് വെച്ച് ആക്രമണമുണ്ടായത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഹോർമൂസ് തീരത്ത് വെച്ചല്ല ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത്, യമനിൽ വെച്ചാണ്. യമനിലെ സംഘർഷം പുതിയതായിട്ട് തുറന്നൊരു യുദ്ധമുഖമാണ്. ഇവിടെ ഇതെല്ലാം ഭാരതത്തിനെ ലക്ഷ്യം വെച്ചിട്ടുള്ളൊരു ആക്രമണമായിട്ടാണ് തുടങ്ങിയത് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ ഈ സംഘർഷത്തിൽ അധികം പോറലൊന്നും ഏൽക്കാതെ ഉയർന്നു വന്ന ഒരു പുതിയ ശക്തിയാണ് ഈ മറുപക്ഷത്ത് നിൽക്കുന്ന ശക്തികളെ സംബന്ധിച്ച് ഭാരതം. അതുകൊണ്ട് അതവരെ ഭയപ്പെടുത്തുന്നുണ്ട്. ഭാരതത്തെ സമ്മർദ്ദത്തിലാക്കുവാനും ഇത്തരത്തിലുള്ളൊരു ശക്തിയായി ഭാരതത്തെ ഉയർന്നു വരുവാൻ സഹായിക്കുന്ന ഭരണകൂടത്തെ ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദത്തിലാക്കുകയോ സാധിക്കുമെങ്കിൽ അട്ടിമറിക്കുകയോ ചെയ്യുവാനായിട്ട് അവർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അതിൻ്റെയൊക്കെ കേന്ദ്ര ബിന്ദുവായി ഇപ്പോൾ നിലകൊള്ളുന്നത് FCRA ആണ്. കാരണം ഇത്തരം ശ്രമങ്ങൾ ഭാരതത്തിൻ്റെ ഉള്ളിൽ നിന്ന് നടത്തുന്നതാണ് ഏറ്റവും എളുപ്പം. സൈനിക ശക്തി ഉപയോഗിച്ച് ഭാരതത്തെ ആക്രമിച്ചു കഴിഞ്ഞാൽ നാശനഷ്ടങ്ങൾ ഏതൊരു രാജ്യമായാലും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഇറാൻ സംഘർഷത്തോടു കൂടി ഇപ്പോൾ വലിയ ബോധ്യം വന്നിട്ടുണ്ട്. കാരണം 4 ഡ്രോണുകളും 5 കല്ലും വെച്ച് ഇറാൻ ഇത്രയും കാലം പ്രതിരോധത്തിലൂടെ പിടിച്ചു നിന്നെങ്കിൽ ഭാരതത്തെ പോലെ ഒരു സൈനിക ശക്തി, വായുസേനയും നാവികസേനയും കരസേനയും ഒക്കെയുള്ളൊരു ശക്തി ശത്രുക്കളിൽ എന്ത് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് ചിന്തിക്കാൻ പോലും സാധിക്കില്ല ഇപ്പോഴുള്ള യുദ്ധമുറകളനുസരിച്ച്, ആധുനിക കാലത്തെ യുദ്ധമുറകളനുസരിച്ച്. അതുകൊണ്ട് തന്നെ നേരിട്ടുള്ളൊരാക്രമണത്തിനുമപ്പുറം ഭാരതത്തിൻ്റെ അകത്ത് നിന്ന് ആഭ്യന്തരമായിട്ട് കുഴപ്പങ്ങളുണ്ടാക്കിയാൽ ഒന്നുകിൽ ഭരണകൂടത്തെ സമ്മർദ്ദത്തിലാക്കി തങ്ങളുടെ വഴിയിലേക്ക് കൊണ്ടുവരാമെന്നവർ പ്രതീക്ഷിക്കുന്നു. അതിന് സാധിച്ചില്ലെങ്കിൽ ഭരണകൂടത്തെ പൂർണ്ണമായും അട്ടിമറിക്കുക. FCRA ബിൽ എന്ന് പറയുന്നത് അതിനുള്ളൊരു തടയാണ്. കാരണം ഇത്തരത്തിലുള്ള ഓപ്പറേഷനുകൾ ഇവിടെ പദ്ധതി ആസൂത്രണം ചെയ്യണമെങ്കിൽ അതിന് പണം വേണമല്ലോ. ആ പണം വരുന്ന ഏറ്റവും പ്രധാന മാർഗങ്ങളിലൊന്നാണ് ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻസ്, വിദേശ സഹായം, NGOകളിലേക്ക് വരുന്നത്. പലപ്പോഴും അത് അനിയന്ത്രിതമായിട്ട് തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. നമ്മൾ പലപ്പോഴും ഒരു മേൽത്തട്ടിൽ വെച്ച് കാണുന്നത് ഈ പാതിരിമാർ നടത്തുന്നത്, പാതിരിമാരുടെ ഒരു NGOകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സന്നദ്ധ സംഘടനകൾ, ആതുര സേവന ആലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇവയെല്ലാം കൂടി ചേർത്ത് വെച്ചാലും നമ്മുടെ ഈ വിദേശ സഹായം വരുന്നുണ്ടല്ലോ, ഫോറിൻ കോൺട്രിബ്യൂഷൻസ്, അതിൻ്റെ ഏതാണ്ട് 15% മാത്രമേ വരുന്നുള്ളൂ. 15% വലിയൊരു ശതമാനം തന്നെയാണ് ഈ പാതിരിമാരുടെ കാര്യം എടുക്കുമ്പോൾ. പക്ഷേ 85% എങ്ങോട്ടേക്കൊക്കെ പോകുന്നു? ഗുരുദ്വാരകളുണ്ട്, അവരെല്ലാം കൃത്യമായിട്ട് കണക്ക് കൊടുത്തു. മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്ന, നിയമമനുസരിച്ച് പ്രവർത്തിക്കുന്ന മുസ്ലിം സംഘടനകളുണ്ട്, അവരും കണക്കുകൾ കൊടുത്തു. കണക്കുകൾ കൊടുക്കാത്തത് പ്രധാനമായിട്ട് അനധികൃതമായി പ്രവർത്തിക്കുന്ന മദ്രസകൾ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക സംഘടനകൾ നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രഖ്യാപിത ആതുര സേവനാലയങ്ങളും അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളും ഇടത് ആവാസ വ്യവസ്ഥകളുടെ സന്നദ്ധ സംഘടനകളുമാണ്. അത് ഒരുപക്ഷെ കോർപ്പറേറ്റീവ് സൊസൈറ്റികൾ വരെ നീണ്ടേക്കാം ആ ഒരു ശൃംഖല എന്നുള്ളതാണ് സത്യം. അപ്പോൾ എല്ലാവർക്കും ചോദിക്കുക, അമേരിക്കയെ പോലുള്ള ഒരാൾ ജോർജ് സൊറോസിനെയോ അല്ലെങ്കിൽ ഡീപ്പ് സ്റ്റേറ്റിനെയോ പോലുള്ള ക്യാപിറ്റലിസ്റ്റ് ബൂർഷകളോട് ഇടത് ആവാസ വ്യവസ്ഥ ഒരു സമവായത്തിൽ പോകുമോ? അവരോടെ ഇവർ സമവായത്തിൽ പോവുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. ചിന്തിച്ചു നോക്കൂ, ഈ
ഇടത് ആവാസ വ്യവസ്ഥയിൽപ്പെട്ട ബുദ്ധിജീവികൾ ഭാരതത്തിന് പുറത്തുപോയി, ഭാരതത്തിൽ ജനിച്ച് ഭാരതത്തിന് പുറത്തുപോയി സാമൂഹ്യ മാധ്യമങ്ങളിൽ നിങ്ങൾ കാണുന്ന ബുദ്ധിജീവികൾ, സ്വയം പ്രഖ്യാപിത ബുദ്ധിജീവികളെല്ലാം എവിടെ നിന്നാണ് ഭാരതത്തിനെ നന്നാക്കുവാനുള്ള അവരുടെ ആശയങ്ങൾ നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിക്കുന്നത്? ക്യൂബയിലിരുന്നാണോ? റഷ്യയിലിരുന്നാണോ? അല്ല. ചൈനയിലിരുന്നാണോ? അല്ല. അമേരിക്കയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലോ ഇരുന്ന് തന്നെയാണ്. ഞങ്ങൾക്ക് ക്യാപിറ്റലിസം ആകാം, നിങ്ങൾക്ക് പാടില്ല. അതായത് അവർക്ക് വേണ്ടത് കീപ് ദം പുവർ ആൻഡ് സ്റ്റേ ഇൻ പവർ. സാധാരണക്കാരെ, ഈ ജനങ്ങളുണ്ടല്ലോ, ലെയ്മാൻ, അവരെ ദരിദ്രരായി തന്നെ നിലനിർത്തി എപ്പോഴും ഭരണം നമ്മുടെ കയ്യിൽ ഉറപ്പിച്ചു നിർത്തുക. ദരിദ്രനാരായണന്മാർ, നമ്മുടെ കയ്യിൽ ഭരണം. കാരണം അപ്പോഴാണ് നമുക്ക് പറയാം, അംബാനിയാണ് വില്ലൻ, അദാനിയാണ് വില്ലൻ. നോക്കൂ അങ്ങോട്ട് നോക്കൂ, ദ കോർപ്പറേറ്റ് വില്ലന്മാർ. തമിഴ് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? സ്ഥിരമായിട്ട് വില്ലൻ, കോർപ്പറേറ്റ് വില്ലന്മാരാണ്. ഈ പറയുന്ന പോലെ 6 പാക്കും 8 പാക്കും ഒക്കെയുള്ള കോർപ്പറേറ്റ് വില്ലന്മാർ, ഈ കണങ്കാലിനൊപ്പം എത്താത്ത പാൻറ്റുമൊക്കെ ഇട്ട്, ഡ്രസ് ഷൂസുമൊക്കെ ഇട്ട് വരുന്ന, വലിയ സൺഗ്ലാസുമൊക്കെ വെച്ച് വരുന്ന കോർപ്പറേറ്റ് വില്ലന്മാരുണ്ടല്ലോ. ആ ഒരു ബിംബം പോലും പലപ്പോഴും സൃഷ്ടിക്കപ്പെടുന്നത് ഇത്തരത്തിലുള്ള ദരിദ്രനാരായണന്മാരായിട്ട് നിലനിർത്തിയിരിക്കുന്നവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു അസ്വസ്ഥത വിതയ്ക്കുവാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇതിലൊന്നും കൃത്യമായിട്ടുള്ള അജണ്ടകളില്ലാതെയാണ് എന്ന് തെറ്റിദ്ധരിച്ച് കളയരുത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് കേൾക്കുമ്പോൾ ഇതെല്ലാം കൂടി ഒരു കൂടിക്കുഴഞ്ഞൊരു വെറുതെ ഒരു കോൺസ്പിറസി തിയറി ആയിട്ട് തോന്നാം. പക്ഷേ ഒരു നിമിഷം എടുത്ത് പിന്നോക്കമൊന്ന് നീങ്ങി നിന്ന് ഒരു മൂന്നാം കക്ഷിയായിട്ട് ഇതിനെ ഒന്ന് വിശകലനം ചെയ്തു നോക്കൂ. ഈ സംഭവിച്ച കാര്യങ്ങളെല്ലാം, പാറ്റാ സമരമാകട്ടെ, E20ക്കെതിരെ നടക്കുന്ന ആപ്പിൻ്റെ പ്രതിഷേധമാകട്ടെ, ഈ നാവികരുടെ ഒരു ചെറിയ പൊട്ടിത്തെറി ഉണ്ടായതും, ഇന്നലെ ഓഗസ്റ്റ് 4-ാം തീയതി യമൻ തീരത്ത് നടന്ന ഭാരതീയ നൗകയ്ക്ക് നേരെ നടന്ന, വ്യാപാര നൗകയ്ക്ക് നേരെ നടന്ന ആക്രമണമാകട്ടെ. പക്ഷേ രഹസ്യാന്വേഷണ ഏജൻസികൾ ഉണർന്നിരുന്നത് കൊണ്ടാകണം കോസ്റ്റ് ഗാർഡിനെ സമയത്ത് അറിയിക്കുവാനും 13 ഭാരതീയരുടെയും 1 യമനിയുടെയും ജീവൻ തത്സമയത്ത് രക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. യമൻ കോസ്റ്റ് ഗാർഡ് കൃത്യമായിട്ട് ഇടപെട്ടു. യമൻ കോസ്റ്റ് ഗാർഡ് എന്നൊക്കെ പറയുന്നത് കൃത്യമായിട്ട് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമൊന്നുമല്ല. യമൻ എന്ന രാജ്യമേ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഇടപെടലുകൾ ഇതിലുണ്ടായിരിക്കുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഭാരതീയരുടെ ജീവൻ രക്ഷിക്കണമല്ലോ. ഈ 13 ഭാരതീയരിൽ ഒരാളുടെയെങ്കിലും ജീവൻ അവിടെ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഇന്നോ നാളെയോ ജന്തർ മന്ദറിൽ ആളെത്തിയനെ. ഭാരതീയ നാവികരെ സംരക്ഷിക്കാത്ത മോദി രാജിവെക്കുക, അല്ലെങ്കിൽ ജയശങ്കർ മറുപടി പറയുക. മോദിയെ നേരിട്ട് ലക്ഷ്യം വയ്ക്കില്ല, ജയശങ്കറിനെ ലക്ഷ്യം വയ്ക്കും. ധർമ്മേന്ദ്ര പ്രധാനെ എങ്ങനെ ലക്ഷ്യം വെച്ചോ അതുപോലെ ജയശങ്കറിനെ ലക്ഷ്യം വയ്ക്കും. അവിടെ നിന്ന് അമിത്ഷായിലേക്ക് വരും, അല്ലെങ്കിൽ രാജ്നാഥ് സിംഗിലേക്ക് പോകും, ഒടുവിൽ മോദിയിലേക്ക് എത്തും. ഇതാണ് പ്ലേ ബുക്ക്, ഗെയിം പ്ലാൻ, ആസൂത്രണ പദ്ധതി. വളരെ സിമ്പിളാണ്. നിങ്ങൾ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, പാറ്റാ സമരം, E20ക്കെതിരെയുള്ള ആപ്പിൻ്റെ പ്രതിഷേധം, സംഭവിച്ചേക്കാവുന്ന നാവികരുടെ പ്രതിഷേധം, ഇതെല്ലാം ഒന്ന് നിരത്തി വയ്ക്കുക. ഇനി പാറ്റകളുടെ സാമ്പത്തിക സ്രോതസ്സ് എവിടെ നിന്ന് വരുന്നു? അന്വേഷണം നടക്കുകയാണ്. കാരണം ഏതാണ്ട് 180ഓളം സാമൂഹ്യ മാധ്യമ ഹാൻഡിലുകൾ നിരീക്ഷണത്തിലാണ്. NGOകളിൽ നിന്ന്, അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ 3 നോർവേ അടിസ്ഥാനമായിട്ടുള്ള സംഘടനകൾ, അതിലൊന്ന് ഓപ്പൺ സൊസൈറ്റി, സൊറോസിൻ്റെ, അവരൊഴുക്കിയ ഫണ്ടുകൾ, ഇതെല്ലാം നിരീക്ഷണത്തിലാണ്. ആപ്പ്, അരുന്ധതി റോയ് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ആപ്പ് പ്രവർത്തിക്കുന്നത് ജോർജ് സൊറോസിനെയും ഫ്രീ സൊസൈറ്റിയെ പോലുള്ളവരുടെയും ഫണ്ടിങ്ങിലാണ് എന്നുള്ളത്. പണ്ട് കാലത്ത് ഏതോ ഒരു സമയത്ത് ഇവർ തമ്മിൽ തെറ്റിയപ്പോൾ അരുന്ധതി റോയ് തന്നെ പറഞ്ഞിട്ടുണ്ട്. നാവികരെ ഏത് സംഘടനയാണ് കൊണ്ടുവരുന്നതെന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക. മിക്കവാറും സാധ്യതയുള്ളത് നാവികരുടെ കുടുംബാംഗങ്ങൾ എന്നുള്ള പേരിൽ ഞങ്ങളുടെ അച്ഛനോ ചേട്ടനോ ഭർത്താവോ സഹോദരനോ അനിയനോ ഒക്കെ നാവികസേനയിലുള്ളതാണ്. ഈ വ്യാപാര നാവിക ശൃംഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. അവരുടെ ജീവൻ ഉത്തരവാദിത്വം വേണം എന്ന് പറഞ്ഞ് അവരുടെ കുടുംബാംഗങ്ങൾ ഇറങ്ങും. മിക്കവാറും അവരുടെ ഒപ്പം ജന്തർ മന്ദറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക വൃന്ദ കാരാട്ടിനെ പോലുള്ള വലിയ വട്ടപ്പൊട്ടുകാരികളെയും ഈ നന്ദിത മേനോനെയും ഒക്കെ തന്നെയായിരിക്കും. ഷബാന ആസ്മി വരും, സിനിമാ താരം. ഇവരെല്ലാം വരുമ്പോൾ അവർ സൃഷ്ടിക്കുന്ന ഒരു ആവാസ വ്യവസ്ഥ, അവരുടെ ഒരു ആവാസ വ്യവസ്ഥ, അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സാമ്പത്തിക സ്രോതസ്സ് ഏതാണെന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കുക. കാരണം ഇതൊന്നും കൃത്യമായിട്ട് കോടതിയുടെ മുമ്പിൽ കൊണ്ടുവന്ന യുവർ ഓണർ ജോർജ് സോറോസ് ഇന്നലെ രാത്രി ഷബാന ആസ്മിക്ക് 100 രൂപ കൊടുക്കുന്നതിൻ്റെ തെളിവ് ഇതാ ചിത്രം, ഷബാന ആസ്മിയെ പിടിച്ചകത്തിടൂ എന്നുള്ള തെളിവുകളൊന്നും ഒരു കാലത്തും പുറത്തു വരാൻ പോകുന്നില്ല. കൃത്യമായിട്ടുള്ള ഫണ്ടിങ്, അത് തന്നെ നീണ്ട നിയമയുദ്ധങ്ങൾ വേണ്ടിവരും. NGOകളെയൊക്കെ നിയന്ത്രിക്കണമെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിലവിലുള്ള നിയമങ്ങളനുസരിച്ച് കോടതിയുടെ മുൻപിലെത്തുമ്പോൾ നീണ്ട കാലത്ത് നിയമയുദ്ധങ്ങൾ വേണ്ടിവരും. ഒറ്റയടിക്ക് നിരോധിച്ചാൽ മീഡിയ വണ്ണിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലിരിക്കും. ഏതെങ്കിലും ഒരു
ന്യായാധിപന് തോന്നുകയാണ് ഇത് ശരിയല്ല, കൊടുത്തേക്കൂ ലൈസൻസ് എന്ന് കോടതിയുടെ ഒരു വിധി പറഞ്ഞാൽ ഒന്നുകിൽ സർക്കാർ കോടതിയുമായിട്ട് നേരിട്ടൊരു യുദ്ധത്തിന് ഇറങ്ങേണ്ടി വരും. നേരിട്ടൊരു യുദ്ധത്തിന് ഇറങ്ങിയാൽ മിക്കവാറും കോടതികൾ പരാജയപ്പെടും. പക്ഷേ അത് മൃഗീയ ഭൂരിപക്ഷമുള്ളൊരു സർക്കാരായിരിക്കണം. അത് നമ്മുടെ കുഴപ്പമാണ്. നമ്മൾ മൃഗീയ ഭൂരിപക്ഷം കൊടുത്തല്ല നരേന്ദ്രമോദി ഇപ്പോൾ പ്രധാനമന്ത്രിയായിട്ട് ഇരുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് മൃഗീയ ഭൂരിപക്ഷം ഇല്ലാത്തതിൻ്റെ ഒരു കുഴപ്പങ്ങൾ കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു 280 MP-മാരെങ്കിലും BJP ഇപ്പോൾ ലോക്സഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ പാറ്റകളെയും E20 ആപ്പിനെയും എല്ലാത്തിനെയും ഒരു പല കൈകൾ വെച്ച് നിസ്സാരമായിട്ട് ഇതിനിടയ്ക്ക് കൈകാര്യം ചെയ്തേനെ. പക്ഷേ ഒരു കാര്യമുണ്ട്, മർദ്ദനത്തിലൂടെ ഇതിനെ അടിച്ചൊതുക്കുക എന്നുള്ളത് നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. അങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ കർഷകരുടെ സമരത്തേക്ക് എന്നേ ഒതുക്കിയേനെ. അത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ വിട്ടുവീഴ്ചകൾക്ക് നരേന്ദ്രമോദി ഇന്ന് വരെ തയ്യാറായിട്ടില്ല. അത് CAA ആകട്ടെ, ആർട്ടിക്കിൾ 370 ആകട്ടെ, അത്തരത്തിലുള്ള ഏത് നിയമങ്ങളാണെങ്കിലും. അതുകൊണ്ട് തന്നെ FCRA ബില്ലിൻ്റെ കാര്യത്തിലും നരേന്ദ്രമോദി സർക്കാർ വിട്ടുവീഴ്ചകൾക്കൊന്നും തയ്യാറാകില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം FCRA അടിസ്ഥാനപരമായിട്ട് രാജ്യസുരക്ഷയെ നേരിട്ട് ബാധിക്കുന്നൊരു കാര്യമാണ്. ഇത്തരത്തിലുള്ള ശക്തികളുടെ സ്വാധീനം ചെലുത്തലുകൾ അതിനുള്ള സാമ്പത്തിക സ്രോതസ്സുകളായി ഭവിക്കുന്നതിലൂടെ ഫോറിൻ കോൺട്രിബ്യൂഷൻസ് ഈ NGOകളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടാകുന്നു എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 1-2 ചുവടുകൾ പിന്നോക്കം നീങ്ങി നിന്ന് ഒരു മൂന്നാമത്തെ കക്ഷിയായി എനിക്കിതിൽ നേരിട്ടിടപാടൊന്നുമില്ല, നിഷ്പക്ഷമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. അതിൻ്റെ കണക്ഷനുകൾ, ആ ബന്ധങ്ങൾ എവിടെ പോയി നിൽക്കുന്നു എന്നുള്ളത് കോൺസ്പിറസി തിയറി ആണെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഇടതുപക്ഷ ആവാസ വ്യവസ്ഥയ്ക്ക് ചൈനയിൽ നിന്നാണോ ഫണ്ട് വരുന്നത്? ഇത്തരത്തിലുള്ള ആൾക്കാർ ഇതിനു മുൻപ് സഞ്ചരിച്ചത്, ഇപ്പോഴുള്ള ഒരുവിധപ്പെട്ട എല്ലാ വിവരങ്ങളും പബ്ലിക് ഡൊമൈനിൽ പൊതുമണ്ഡലങ്ങളിൽ ലഭ്യമാണ്. ഒന്ന് പരിശോധിച്ച് നോക്കുക. നിങ്ങൾക്ക് ഏതാണ്ടൊരു ചിത്രം തെളിവായി വരും, തെളിഞ്ഞു വരും. അതുകൊണ്ട് തന്നെ ഇതൊരു കോൺസ്പിറസി തിയറിക്ക് ഒരു പടി അപ്പുറത്തേക്കുള്ള ഒരു സത്യമായി ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുകയും ചെയ്യാം. ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പരസ്പര ബന്ധമില്ലാത്ത അസംബന്ധങ്ങളാണോ എന്നാണോ നിങ്ങൾ കരുതുന്നത്? അതോ ഇതിലെന്തെങ്കിലും സെൻസ് ഉണ്ടോ? എന്തെങ്കിലും ഒരു കൃത്യത നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു ഘടന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തായാലും അഭിപ്രായം എന്തായാലും ആ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളുമായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമൈ ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണ്ണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.